ഒരു നേരത്തെ വിശപ്പടക്കാൻ ഓടി നടന്ന ഫുഡ് ഡെലിവറി ബോയ് ആദി. പ്രണയിച്ച പെണ്ണും അവളുടെ കാമുകനും ചേർന്ന് അവനെ ചവിട്ടി മെതിച്ചു. പണത്തിന്റെ പേരിൽ അപമാനിച്ചു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. ഇന്നവൻ വെറും ആദിയല്ല, കോടികളുടെ ആസ്തിയുള്ള രാജശേഖര തമ്പുരാന്റെ കൊച്ചുമകൻ ആദിത്യൻ വർമ്മ. അവഗണിച്ചവർക്കു മുന്നിൽ അവൻ രാജാവായി തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ ആ കിരീടത്തിന് രക്തത്തിന്റെ മണമുണ്ട്. മുത്തശ്ശന്റെ മരണം സ്വാഭാവികമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. ആരാണാ ഘാതകൻ? അഡ്വക്കേറ്റ് മേനോനൊപ്പം ആദി ആ സത്യം തേടുകയാണ്. പ്രതികാരം, പ്രണയം, ട്വിസ്റ്റുകൾ, ഓരോ നിമിഷവും ഉദ്വേഗം. ആദി ജയിക്കുമോ അതോ ചതിക്കപ്പെടുമോ? മിസ് ചെയ്യരുത്. കേൾക്കൂ സീക്രട്ട് മില്യണെയർ. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യൂ. കഥ ഇവിടെ തുടങ്ങുന്നു. ആദി ഒരു മുറിയിലേക്ക് കയറുന്നു. പെട്ടെന്ന് ആദി അത് കണ്ട് ഞെട്ടി. മൈ ഗോഡ്! ആദി കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. കസേരയിൽ ചാരിയിരിക്കുന്ന ഗോവിന്ദ കൈമൾ. പക്ഷെ അയാൾ ജീവനോടെയില്ല. അയാളുടെ നെഞ്ചിലൊരു കത്തി കുത്തിയിറക്കിയിരിക്കുന്നു. ഇല്ല, ആരോ എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വരുന്നതിന് മുൻപേ ഇയാളെ കൊന്നിരിക്കുന്നു. ആദിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഒരജ്ഞാത നമ്പർ. ഹലോ ചെയർമാൻ, കളി തുടങ്ങിയതേയുള്ളൂ. കൊലപാതകിയായ ആദിത്യൻ വർമ്മയ്ക്ക് സ്വാഗതം. പോലീസ് ജീപ്പ് വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. പോലീസുകാർ ഓടിവരുന്നു. ഹാൻഡ്സ് അപ്പ് എന്ന് അലറുന്നു. ശത്രുവിനെ തേടി വന്ന ആദി ഇപ്പോൾ കൊലപാതക കുറ്റത്തിൽ പ്രതിയാവുകയാണോ? ആരാണ് കൈമളെ കൊന്നത്? ആ അജ്ഞാത ഫോൺ സന്ദേശം ആരുടേതാണ്? പോലീസിന്റെ പിടിയിൽ നിന്ന് ആദി രക്ഷപ്പെടുമോ? പോലീസ് സൈറൻ ഉച്ചത്തിൽ, ക്യാമറ ഫ്ലാഷുകളുടെ ശബ്ദം, ന്യൂസ് റിപ്പോർട്ടർമാരുടെ ബഹളം. ഗോവിന്ദ കൈമളുടെ മൃതദേഹത്തിനു മുന്നിൽ നിൽക്കുന്ന ആദിയെ പോലീസ് വലയുന്നു. ആദിക്ക് രക്ഷപ്പെടാൻ വഴികളില്ല. CI വിജയൻ സ്ഥലത്തെത്തി. മീഡിയക്കാരും ആദിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലേക്ക് വിലങ്ങുമായി കൊണ്ടുവന്നു. റോഷനും നന്ദനയും ന്യൂസ് കാണുകയാണ്. എല്ലാം റോഷന്റെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ ആദിത്യൻ വർമ്മ തയ്യാറല്ല. പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോഴും അവന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, പ്രതികാരമായിരുന്നു. പോലീസ് സ്റ്റേഷൻ, ലോക്കപ്പ്. CI വിജയൻ പരിഹാസത്തോടെ, എടാ ആദിത്യൻ വർമ്മേ, നീ വലിയ കോടീശ്വരനായിരിക്കാം, പക്ഷെ എന്റെ സ്റ്റേഷനിൽ നീ വെറും ഒരു കൊലപാതകിയാണ്. സത്യം പറയടാ, എന്തിനാ നീ കൈമളെ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല CI സാർ, എന്നെ അവിടെ ആരോ വിളിച്ചു വരുത്തിയതാണ്. കഥ പറയല്ലടാ, നിന്റെ വിരലടയാളം കത്തിയിലുണ്ട്. നിന്നെ അവിടെ കണ്ട സാക്ഷികളുണ്ട്. നിനക്ക് തൂക്കുകയർ ഉറപ്പാ. വിരലടയാളമുണ്ടാകും, കാരണം ആ കത്തി ഞാൻ കയ്യിലെടുത്തിരുന്നു. പക്ഷെ സാറൊന്ന് ആലോചിക്കണം, 100 കോടി ആസ്തിയുള്ള ഞാൻ സ്വന്തം കൈകൊണ്ട് ഒരാളെ കൊല്ലാൻ മാത്രം മണ്ടനാണോ? എനിക്ക് കൊട്ടേഷൻ കൊടുത്താൽ പോരെ? നീ എനിക്ക് ക്ലാസ് എടുക്കുന്നോടാ. CI ആദിയെ തല്ലാൻ കൈ ഓങ്ങുന്നു. ആദി ആ കൈ തടയുന്നു. കൈ താഴ്ത്ത് സാർ, ഈ യൂണിഫോമിന് ഞാൻ ബഹുമാനം തരുന്നുണ്ട്. പക്ഷേ എന്റെ ദേഹത്ത് തൊട്ടാൽ നാളെ ഈ യൂണിഫോം സാറിനുണ്ടാകില്ല. നിയമം എനിക്കുമറിയാം. CI പകച്ചു നിൽക്കുന്നു. ആ സമയം പുറത്തൊരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം. സ്റ്റേഷനിലെ ബഹളം. അഡ്വക്കേറ്റ് മേനോൻ കടന്നുവരുന്നു. നിർത്തൂ ഓഫീസർ, എന്റെ ക്ലയന്റിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അനുമതിയില്ല. ഏത് തെളിവ്? നിങ്ങൾ പറയുന്ന കത്തിയിലെ വിരലടയാളമോ അതോ നിങ്ങൾ ഓഫാക്കി വെച്ച CCTV ക്യാമറയോ? അത് ക്യാമറ കംപ്ലൈന്റ് ആണ്. സ്റ്റേഷനിലെ ക്യാമറ കംപ്ലൈന്റ് ആകും, പക്ഷേ ആദിയുടെ കാറിലെ ക്യാമറ കംപ്ലൈന്റ് അല്ലല്ലോ. ശബ്ദമുയർത്തി. ആദിയുടെ കാറിലെ ഡാഷ് ക്യാം ദൃശ്യങ്ങൾ ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഓഫീസർ. ഇതാ നോക്കൂ, ആദി വീട്ടിലേക്ക് കയറുന്നതിന് കൃത്യം 5 മിനിറ്റ് മുൻപ് മുഖം മൂടി ധരിച്ച ഒരാൾ മതിൽ ചാടിപ്പോകുന്നത് ആദിയുടെ കാറിലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആദി വരുമ്പോൾ കൈമൾ മരിച്ചു കഴിഞ്ഞു. സമയം നോക്കൂ ഓഫീസർ. കണ്ടോ സാർ, യഥാർത്ഥ പ്രതി പോയ വഴിയെ പോകാതെ എന്നെ പിടിച്ച് സമയം കളയുകയാണോ കേരള പോലീസ്? CI വിജയൻ വിയർക്കുന്നു. സ്റ്റേഷന് പുറത്ത് ആദി ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. മീഡിയക്കാർ വളയുന്നു. റിപ്പോർട്ടർ, മിസ്റ്റർ ആദിത്യൻ, കോടതി ജാമ്യം തന്നതുകൊണ്ട് നിങ്ങൾ നിരപരാധിയാകുമോ? റോയൽ ഗ്രൂപ്പിന്റെ ഓഹരികൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഇതൊരു കെണിയായിരുന്നു എന്നെനിക്കറിയാം. എന്നെ കുടുക്കാൻ ശ്രമിച്ചവരോട് ഒന്നേ പറയാനുള്ളൂ. റോഷൻ TVയിൽ നോക്കി ദേഷ്യത്തോടെ. അവൻ പുറത്തിറങ്ങിയോ? ഡാമിറ്റ്! ആദി TVയിലൂടെ റോഷനോട് സംസാരിക്കുന്ന പോലെ. നിങ്ങൾ വിചാരിച്ചത് ആദിത്യൻ വർമ്മ ജയിലിൽ കിടന്ന് തീരുമെന്നാണോ? ഇല്ല, ഞാൻ തിരിച്ചു വരികയാണ്. എന്റെ അമ്മയെ കൊന്നവരെയും ഇപ്പോൾ എന്നെ കുടുക്കാൻ ശ്രമിച്ചവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും. കളി ഇനി എന്റെ നിയമപ്രകാരമായിരിക്കും. ആരാണ് ശത്രു?
അത് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ വെളിപ്പെടുത്തും. കാത്തിരിക്കും. ആദി കാറിൽ കയറുന്നു. മേനോൻ ഒപ്പമുണ്ട്. കാർ മുന്നോട്ടെടുക്കുന്നു. ആദി, നീ വെറുതെ എന്തിനാ 24 മണിക്കൂറെന്ന് പറഞ്ഞത്? നമുക്ക് ശത്രു ആരാണെന്ന് അറിയില്ലല്ലോ. ആ ഡയറിയിലെ പേര് മാഞ്ഞുപോയില്ലേ? പേര് മാഞ്ഞുപോയി മേനോൻ സാർ. പക്ഷേ കൈമൾ മരിക്കുന്നതിന് മുൻപ് എനിക്കൊരു ക്ലൂ തന്നിരുന്നു. എന്ത് ക്ലൂ? അതൊരു ഫോൺ നമ്പറാണ്. കൈമൾ തന്റെ രക്തം കൊണ്ട് തറയിൽ എഴുതാൻ ശ്രമിച്ച നമ്പർ. പോലീസ് അത് കാണുന്നതിനു മുൻപേ ഞാനത് മായ്ച്ചു കളഞ്ഞു. ആദി തന്റെ കയ്യിലെ രക്തക്കറ നോക്കുന്നു. ആ നമ്പർ, അത് റോഷന്റെ നമ്പറല്ല, നന്ദനയുടെ നമ്പരുമല്ല. ഇത് വേറെ ആരോ ആണ്. റോയൽ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന യഥാർത്ഥ കിങ് മേക്കർ. ആരുടെ നമ്പറാണ് ആദിക്ക് കിട്ടിയത്? ആരാണ് ആദിയും റോഷനും അറിയാത്ത ആ മൂന്നാമൻ? 24 മണിക്കൂറിനുള്ളിൽ ആദി ആ രഹസ്യം കണ്ടെത്തുമോ? കാത്തിരിക്കൂ. സീക്രട്ട് മില്യനെയർ വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.